ഉൾസ്വരം ഭാഗം 1. നഷ്ടപ്പെട്ട സ്വരം. നമസ്കാരം, ഞാൻ നിങ്ങളുടെ പ്രവാസി. ഉൾസ്വരം എന്ന ഈ പുതിയ യാത്രയിലേക്ക് സ്വാഗതം. ഈ പേര് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ഒരു ലളിതമായ കാരണമുണ്ട്. നമ്മളെല്ലാവർക്കുമുള്ളിൽ ഒരു സ്വരമുണ്ട്. ജോലി തിരക്കിലും ടാർഗറ്റുകൾക്കിടയിലും മാസാവസാനത്തെ കണക്കുകൂട്ടലുകൾക്കിടയിലും ആ സ്വരം പലപ്പോഴും നമ്മൾ കേൾക്കാതെ പോകുന്നു. ഈ പോഡ്കാസ്റ്റ് ആ സ്വരത്തെ തിരികെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ്. ഓരോ ആഴ്ചയും ഞാനൊരു വിഷയമെടുക്കും. ജീവിതം, ലക്ഷ്യങ്ങൾ, പരിവർത്തനം എന്നിവയെക്കുറിച്ച് നമ്മൾ പ്രവാസികൾ അനുദിനം നേരിടുന്ന യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലൂടെ. ഇതൊരു മോട്ടിവേഷണൽ പ്രസംഗമല്ല. ഞാൻ നിങ്ങളോട് എല്ലാം ശരിയാകും എന്ന് പറയാനുമില്ല. പകരം ഞാൻ നിങ്ങളോട് സത്യസന്ധമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഇനി നമ്മൾ ആരാണ്? ഈ ചാനൽ കാണുന്ന നിങ്ങളിൽ ഭൂരിഭാഗവും ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലിരുന്നാണ് ഇത് കേൾക്കുന്നത് എന്നെനിക്കറിയാം. ഗൾഫിലോ യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ നാടുവിട്ട് ജീവിക്കുന്ന മലയാളികൾ. നമുക്കെല്ലാവർക്കും പൊതുവായ ഒരു കഥയുണ്ട്. ഒരു സ്വപ്നം കണ്ട് നാടുവിട്ട് കുടുംബത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി, ഒരു നല്ല ജീവിതത്തിന് വേണ്ടി വർഷങ്ങൾ കഴിയുമ്പോൾ ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ഒരുപക്ഷെ ഒരു കാറും വീടും ഉണ്ടാകും. പക്ഷേ ചിലപ്പോൾ രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു ചോദ്യമുള്ളിൽ വരും. ഞാൻ എന്താണ് നേടിയത്? ഞാൻ ആരാണ് ഇപ്പോൾ? ഈ ചോദ്യം ഒളിച്ചോടേണ്ട ഒന്നല്ല. ഇത് നമ്മുടെ ഉൾസ്വരം നമ്മളെ വിളിക്കുന്നതാണ്. ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വ്യത്യസ്ത ജോലികളിൽ, വ്യത്യസ്ത സാമ്പത്തിക നിലയിലുള്ള ലക്ഷക്കണക്കിന് മലയാളികൾ ഈ അതേ ചോദ്യം ഏതെങ്കിലും രാത്രിയിൽ സ്വയം ചോദിച്ചിട്ടുണ്ടാകും. ഒരു ഡ്രൈവറാകട്ടെ, ഒരു എൻജിനീയറാകട്ടെ, ഒരു നഴ്സാകട്ടെ, ജോലിയുടെ പേര് വ്യത്യാസമുണ്ടാകാം. പക്ഷേ ഈ ഉൾസ്വരത്തിൻ്റെ വിളി എല്ലാവർക്കും ഒരേപോലെയാണ്. പ്രവാസം എന്നത് ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, അതൊരു ജീവിത രീതിയാണ്, ഒരു മാനസികാവസ്ഥയാണ്. നമ്മൾ രണ്ട് ലോകങ്ങൾക്കിടയിൽ ജീവിക്കുന്നു. ശരീരം ഒരിടത്ത്, മനസ്സ് പലപ്പോഴും മറ്റൊരിടത്ത്. ഈ ഇരട്ട ജീവിതം നമ്മളെ സമ്പന്നരാക്കുകയും ഒരേ സമയം ക്ഷീണിതരാക്കുകയും ചെയ്യും. പ്രവാസത്തിൻ്റെ വില. പ്രവാസ ജീവിതം നമുക്ക് ഒരുപാട് തരുന്നുണ്ട്. അത് സാമ്പത്തിക രീതിയായിട്ടാണെങ്കിലും, ഉദാഹരണം സാമ്പത്തിക സ്ഥിരത, ലോകപരിചയം, പുതിയ കഴിവുകൾ. പക്ഷേ അത് നമ്മളിൽ നിന്ന് ചിലത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളുടെ ആദ്യ വാക്ക് കേൾക്കാതെ പോയത്, അച്ഛൻ്റെയോ അമ്മയുടെയോ അവസാന നിമിഷങ്ങളിൽ അരികിലുണ്ടാകാൻ കഴിയാതെ പോയത്, കല്യാണങ്ങളും ഓണവും വിഷുവും ക്രിസ്മസും വീഡിയോ കോളിലൂടെ മാത്രം കണ്ട ആഘോഷങ്ങളായി മാറുന്നത്. ഇത് പറയുന്നത് നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല, ഇത് സത്യമാണ് എന്നതുകൊണ്ടാണ്. നമ്മൾ ഈ വില കൊടുത്തത് ഒരു കാരണത്തിന് വേണ്ടിയാണ്. ആ കാരണം നമ്മൾ മറന്നു പോകരുത്. ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വില കൊടുത്തത്? ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. മനസ്സിൽ ചിലതൊക്കെ തെളിഞ്ഞു വന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. ഈ വിലയെക്കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ വില ഒരു തവണ കൊടുത്തു തീരുന്ന ഒന്നല്ല. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ഓരോ വർഷവും ഓരോ ആഘോഷവും കടന്നു പോകുമ്പോൾ ഈ വില വീണ്ടും അടയ്ക്കപ്പെടുന്നു. ചിലപ്പോൾ ഈ വില ചെറുതാകും. ഒരു ഫോൺ കോൾ മതിയാകും ആ നിമിഷത്തെ വിടവ് നികത്താൻ. ചിലപ്പോൾ അത് വളരെ വലുതാകും. ഒരു മരണവാർത്ത കേട്ട്
അവിടെ എത്താൻ കഴിയാതെ ദൂരെ നിന്ന് മാത്രം ദുഃഖിക്കേണ്ടി വരുമ്പോൾ ഈ വില കൊടുക്കുന്നത് നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ കുടുംബവും ഇതടയ്ക്കുന്നുണ്ട്. ഒരു അച്ഛനില്ലാത്ത ജന്മദിനാഘോഷം, ഒരു മകളില്ലാത്ത വാർദ്ധക്യം, ഇത് സമ്മതിക്കുന്നത് ഒരു ദൗർബല്യമല്ല, ഇതൊരു സത്യസന്ധതയാണ്. നമ്മൾ സ്വയം നൽകേണ്ട ഒരു ബഹുമാനമാണ്. ഒരു പ്രധാന വ്യത്യാസമുണ്ട് അതിജീവനവും ലക്ഷ്യബോധമുള്ള ജീവിതവും തമ്മിൽ. അതിജീവനമെന്നാൽ ബില്ലുകൾ അടയ്ക്കുക, വീസ പുതുക്കുക, ജോലി നിലനിർത്തുക, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഇത് മാത്രമാണ് ജീവിതമെങ്കിൽ വർഷങ്ങൾ കടന്നു പോകും, നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് തോന്നും. ലക്ഷ്യബോധമുള്ള ജീവിതമെന്നാൽ ഓരോ വർഷവും നമ്മൾ എന്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് തിരിച്ചറിയുക. അത് ഒരു സ്ഥാനക്കയറ്റമാകാം, ഒരു പുതിയ കഴിവാകാം, കുടുംബവുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കുക എന്നതാകാം, അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുക എന്നതാകാം. ഇതിനൊരു ലളിതമായ പരിശീലനം ഞാൻ പങ്കിടാം. ഓരോ ആഴ്ചയും ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഈ ആഴ്ച ഞാൻ ആരായി മാറി? അതിനുത്തരമില്ലെങ്കിൽ അടുത്ത ആഴ്ച അത് മാറ്റാൻ ശ്രമിക്കുക. ഈ വ്യത്യാസം എന്തുകൊണ്ട് ഇത്ര പ്രധാനമാണ് എന്ന് നോക്കാം. അതിജീവന മനസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരാൾ 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ജോലിയിൽ മാറ്റമൊന്നും കാണില്ല, ബാങ്ക് ബാലൻസിൽ വലിയ വ്യത്യാസവും കാണില്ല, സ്വന്തം കഴിവുകളിൽ വളർച്ച കാണില്ല. 10 വർഷം ഒഴുകിപ്പോയതുപോലെ തോന്നും. അതേസമയം ലക്ഷ്യബോധമുള്ള ഒരാൾ അതേ 10 വർഷത്തിന് ശേഷം ഒരു വ്യക്തമായ കഥ പറയാൻ കഴിയും. ഞാൻ ഈ കഴിവ് പഠിച്ചു, ഈ സ്ഥാനത്തേക്ക് വളർന്നു, ഈ ബന്ധങ്ങൾ ആഴത്തിലാക്കി. രണ്ടുപേരും ഒരുപോലെ കഷ്ടപ്പെട്ടിരിക്കാം, ഒരുപോലെ മണിക്കൂറുകൾ ജോലി ചെയ്തിരിക്കാം. വ്യത്യാസം ദിശയിലാണ്, അധ്വാനത്തിലല്ല. ഇതൊരു കുറ്റപ്പെടുത്തലല്ല. ജീവിതത്തിൻ്റെ തിരക്കിൽ ഈ ദിശാബോധം നഷ്ടപ്പെടുന്നത് വളരെ സ്വാഭാവികമാണ്. പ്രധാനം ഇത് തിരിച്ചറിയുകയും ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയും ചെയ്യുക എന്നതാണ്. ഒരു കഥ പറയാം. പേരും സ്ഥലവും ഞാൻ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ കഥ പല പ്രവാസികളുടെയും ജീവിതത്തിൽ ഒരല്പം വ്യത്യാസത്തിൽ ആവർത്തിക്കുന്നതാണ്. രാജേഷ് എന്നൊരാൾ 11 വർഷം ഗൾഫിൽ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ ജോലി ചെയ്തു. നല്ല ശമ്പളം, സ്ഥിരത എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഓഫീസിൽ പോകുമ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. ഇതാണോ ജീവിതം എന്നൊരു ചോദ്യം മനസ്സിൽ കിടന്നു കത്താൻ തുടങ്ങി. 12-ാം വർഷം കമ്പനി പുനഃസംഘടന നടത്തി. രാജേഷിൻ്റെ തസ്തിക ഇല്ലാതായി. ഒരു ദിവസം കൊണ്ട് 11 വർഷത്തെ സ്ഥിരതയില്ലാതായി. ആ നിമിഷം 2 വഴികളുണ്ടായിരുന്നു. പരിഭ്രമിച്ച് ഏതെങ്കിലും ജോലിയിൽ വീണ്ടും ചാടുക, അല്ലെങ്കിൽ ഒരു നിമിഷം നിന്ന് സ്വയം ചോദിക്കുക, ഞാൻ ഇതുവരെ പഠിച്ചതെല്ലാം എങ്ങനെ എനിക്ക് വേണ്ടി ഉപയോഗിക്കാം. രാജേഷ് 2ാമത്തെ വഴി തിരഞ്ഞെടുത്തു. 6 മാസമെടുത്തു. ബുദ്ധിമുട്ടുള്ള, അനിശ്ചിതത്വം നിറഞ്ഞ 6 മാസം. ഈ 6 മാസത്തിൽ രാജേഷിന് പല രാത്രികളിലും ഉറക്കം വന്നില്ല. ഭാര്യയോട് എങ്ങനെ പറയും, മക്കളുടെ സ്കൂൾ ഫീസ് എങ്ങനെ അടയ്ക്കും എന്ന ചിന്തകൾ വട്ടം കറങ്ങി. പക്ഷേ ഈ കാലയളവിൽ അദ്ദേഹം സ്വന്തമായി ഒരു ചെറിയ കൺസൾട്ടിംഗ് സേവനം തുടങ്ങി. തനിക്കറിയാവുന്ന ലോജിസ്റ്റിക്സ് വൈദഗ്ധ്യം ചെറുകിട ബിസിനസ്സുകൾക്ക് വിറ്റു തുടങ്ങി. ആദ്യത്തെ ക്ലയൻറ്റ് ഒരു സുഹൃത്തിൻ്റെ ശുപാർശയിലൂടെ കിട്ടിയതാണ്. ഒരു ചെറിയ ഇറക്കുമതി കമ്പനി. അവരുടെ ഗോഡൗൺ സംവിധാനം ശരിയാക്കാൻ സഹായം വേണമായിരുന്നു. ആ ഒറ്റ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയ പണം വളരെ ചെറുതായിരുന്നു. പക്ഷേ അത് രാജേഷിന് ഒരു പുതിയ വിശ്വാസം നൽകി. എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ. ഇന്ന് ആ നഷ്ടമായിരുന്നു രാജേഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്ന് അദ്ദേഹം പറയും. കാരണം അത് അദ്ദേഹത്തെ നിർബന്ധിച്ച് സ്വന്തം ഉൾസ്വരം കേൾപ്പിച്ചതാണ്. ഈ കഥ കാണിക്കുന്നത് ഒന്നാണ്: മാറ്റം എപ്പോഴും വലിയ കുതിച്ചുചാട്ടത്തിലൂടെ വരണമെന്നില്ല. ചിലപ്പോൾ അതൊരു പ്രതിസന്ധിയിൽ നിന്ന് നിർബന്ധിതമായി തുടങ്ങും.
പ്രധാനം എന്താണെന്ന് വെച്ചാൽ ആ പ്രതിസന്ധിയെ എങ്ങനെ കാണുന്നു എന്നതാണ്. ഒരു അവസാനമായോ അതോ ഒരു തുടക്കമായോ? ഒരു നിമിഷം ഞാൻ നിർത്തട്ടെ. ഈ ചാനൽ ഉൾസ്വരം ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള മലയാളി പ്രവാസികൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഇത് ഇപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾക്കുടനെ അറിയിപ്പ് കിട്ടാൻ ഓരോ ആഴ്ചയും ഒരുമിച്ച് നമുക്ക് ഈ യാത്ര തുടരാം. ഒപ്പം ഗൾഫിലോ യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ലോകത്തിൻ്റെ ഏത് കോണിലായാലും നിങ്ങൾക്കറിയാവുന്ന ഒരു മലയാളി സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒരുപക്ഷെ അവർക്കും ഇപ്പോൾ ഈ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ആവശ്യമായിരിക്കാം. നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് അവരെയും അറിയിക്കാം. ഇനി തിരികെ വിഷയത്തിലേക്ക്. ഈ ചാനൽ ആരംഭിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ആളുകളോട് സംസാരിച്ചിരുന്നു. അവരുടെ പ്രവാസ ജീവിതാനുഭവങ്ങൾ തീർത്തും കേൾക്കാൻ വേണ്ടി അവരിൽ ഒരാളുടെ വാക്കുകൾ ഇവിടെ പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്, പക്ഷേ വാക്കുകൾ അവരുടേതാണ്. എനിക്ക് 43 വയസ്സായി. 18 വർഷമായി ഞാനിവിടെയാണ്. എൻ്റെ മക്കൾ 2 പേരും ഇവിടെ ജനിച്ചതാണ്. ഞാൻ ഓർക്കുന്നു, ആദ്യം വന്നപ്പോൾ ഞാൻ ഓരോ ദിവസവും കണക്ക് കൂട്ടുമായിരുന്നു, ഇനി എത്ര വർഷം, പിന്നെ ഞാൻ മടങ്ങും. 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കണക്ക് കൂട്ടൽ നിർത്തി. കാരണം ഉത്തരം എപ്പോഴും മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വർഷങ്ങൾ ഒരു ഇടക്കാല അവസ്ഥയിൽ ജീവിച്ചോ? എപ്പോഴും ഇനി കുറച്ച് വർഷം പിന്നെ ശരിക്കും ജീവിക്കും എന്ന് ഞാൻ കരുതി. ഈ ചാനൽ ഞാൻ കണ്ടെത്തിയത് നന്നായി. കാരണം ഇത് ആ ചോദ്യം എന്നോട് തന്നെ ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ഞാനിപ്പോൾ ജീവിക്കുകയാണോ അതോ കാത്തിരിക്കുകയാണോ? ഈ വാക്കുകൾ ഞാൻ ആവർത്തിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. ഇടക്കാല ജീവിതം എന്നൊരവസ്ഥയുണ്ട്. പല പ്രവാസികളും അറിയാതെ അതിൽ കുടുങ്ങിപ്പോകുന്നു. എപ്പോഴും ഒരു പിന്നീട് കാത്തിരിക്കും. പിന്നീട് ഞാൻ ശരിക്കും ജീവിക്കും, പിന്നീട് ഞാൻ ആ കഴിവ് പഠിക്കും, പിന്നീട് ഞാൻ ആ ബന്ധം നന്നാക്കും. ഈ പിന്നീട് പലപ്പോഴും ഒരിക്കലും സംഭവിക്കാറില്ല. ഈ ചാനലിൻ്റെ ലക്ഷ്യം ഇതാണ്: പിന്നീട് എന്ന വാക്കിനെ ഇപ്പോൾ ആക്കി മാറ്റാൻ സഹായിക്കുക. വലിയ മാറ്റങ്ങളുടെയല്ല, ചെറിയ ബോധപൂർവമായ ചുവടുകളിലൂടെ. ഈ എപ്പിസോഡ് കേട്ടുകഴിഞ്ഞ് നിങ്ങൾക്കുടനെ ചെയ്യാവുന്ന 5 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. 1. ഒരു ചോദ്യം എഴുതുക. എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഇത് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഉത്തരം പൂർണ്ണമല്ലെങ്കിലും കുഴപ്പമില്ല. ഒരാളെ വിളിക്കുക. വീട്ടിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ദൂരെയായതുകൊണ്ട് മറന്നുപോയ ഒരാളെ. 5 മിനിറ്റ് മതി. 3. പിന്നീട് ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നീട് ചെയ്യും എന്ന് പറഞ്ഞ് മാറ്റിവെച്ച 3 കാര്യങ്ങൾ എഴുതുക. ഇതിൽ 1 ഈ മാസം തന്നെ ചെയ്യാൻ തീരുമാനിക്കുക. 4. ഈ ആഴ്ചയിലെ ലക്ഷ്യം നിശ്ചയിക്കുക. ഈ ആഴ്ച ഞാൻ ആരായി മാറും എന്ന ചോദ്യത്തിന് ഒരു ചെറിയ പ്രായോഗികമായ ഉത്തരം എഴുതുക. 5. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. കാരണം ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരുമിച്ച് ഈ സ്വരം കണ്ടെത്താം. കഴിയുമെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ഒരു മലയാളി സുഹൃത്തിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. പ്രവാസ ജീവിതം എളുപ്പമല്ല, പക്ഷേ അത് അർത്ഥമില്ലാതാകണമെന്നുമില്ല. നിങ്ങളുടെ ഉൾസ്വരം ഇപ്പോഴും അവിടെയുണ്ട്. തിരക്കിനിടയിൽ, ഉത്തരവാദിത്തങ്ങൾക്കടിയിൽ അതിനെ കേൾക്കാൻ കുറച്ച് സമയം കൊടുക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കും, എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാം ശരിയാണ് എന്ന് വീട്ടിൽ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ അങ്ങനെയല്ലാത്തത്. പ്രവാസിയുടെ ഒറ്റപ്പെടലിനെക്കുറിച്ച് മറച്ചു വയ്ക്കാതെ. അതുവരെ നിങ്ങളെ തന്നെ നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് വീണ്ടും കാണാം. ഉൾസ്വരത്തിൽ
നമസ്കാരം.